ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ് ഫ്രം കോയമ്പത്തൂർ. അങ്ങനെ കോയമ്പത്തൂരിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വിചാരിക്കും എവിടെയാണെന്നല്ലേ. അവർക്ക് വേണ്ടി പറയാം, ഇത് ഓബൈ താമര എന്ന് പറഞ്ഞ് കോയമ്പത്തൂരുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഓണം വെക്കേഷൻ ട്രിപ്പിൽ വന്നതാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഡിന്നർ പോലെ തന്നെ ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്തു. ഹലോ ഗൈസ്, മുട്ട പൊട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഹെയ്സലിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുട്ട പൊട്ടിക്കാൻ വളരെ കഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും വഴി നോക്കി ഹെയ്സല്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ചെക്കൗട്ടിനുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാവരും റെഡിയായി, പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മളിനി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം. ഇനി കുറച്ച് കോയമ്പത്തൂർ ലോക്കൽസൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ്. ചെക്കൗട്ട് കഴിഞ്ഞു, നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി എങ്ങോട്ടാന്നല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കൗച്ച് സർഫിംഗ് പ്ലാറ്റ്ഫോം വഴി ഒരു കോണ്ടാക്റ്റിന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നമ്മളെ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ആളുടെ വീട്ടിലെത്തി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ആ വീടിൻ്റെ ഇൻറ്റീരിയറും പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ആ വീടിൻ്റെ പേരുമാണ് കേട്ടോ. വീടിൻ്റെ പേരാണ് ഭൂമി. ഈ ഭൂമിയിലുള്ള ആർക്കും വന്ന് താമസിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റും മറ്റാണ് ആൾക്കുള്ളത്. ആളുടെ പേരാണ് ദോഷ് പ്രകാശ്. ദോഷ് പ്രകാശുമായിട്ട് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് തപ്പി പോണതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഡുണ്ടുകൽ ബിരിയാണി കഴിക്കണമായിരുന്നു. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട്, ലോക്കൽ തമിഴ്നാട് ബിരിയാണിയാണത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ്, അപ്പം അങ്ങനെ ഹൈലൈറ്റ് പറയാൻ പറ്റുന്ന ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും ആളുടെ കൂട്ടത്തിലാണ് പിന്നത്തെ യാത്ര കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് CRPFൻ്റെ കോയമ്പത്തൂർ ക്യാമ്പസാണ് കേട്ടോ. ഈ ക്യാമ്പസിനകത്ത് എങ്ങനെ കയറാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോസിൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ആ ID യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയത്. അങ്ങനെ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള വ്യൂസ് നമുക്ക് കാണാവേ. CRPF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ് CRPFൻ്റെ ഫുൾ ഫോം കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടോ ഇവരുടെ ക്യാമ്പസ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം വീഡിയോയിൽ കണ്ടില്ലേ, മയില്, പിന്നെന്താണ് കുന്നുകൾ, മലകൾ, ഭയങ്കര ഗ്രീനറിയൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ലാൻഡ്സ്കേപ്പും ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് കോളേജിൻ്റെ. ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ടെമ്പിളാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഗ്രീനറിയും ആ ഒരു സീനറിയൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് ചെയ്തത് കേട്ടോ. പോരുന്ന വഴിക്ക് ദിവസം കുറച്ച് ഇവരുടെ ട്രെയിനിങ് എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നും അതുള്ള കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ദിവസം പിന്നെ ഞങ്ങളെ ഓരോ കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ. അതിൽ പെട്ടൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് പെരിയനായിക്കൻ പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലം. ഊട്ടിക്ക് പോകുന്ന വഴിക്കാണുള്ളത്. അതിലൂടെ പിന്നെ കുറേ സീനിക്കായിട്ടുള്ള കുറേ സ്ഥലത്തൂടെയൊക്കെ ഡ്രൈവ് ചെയ്തു. 1-2 വില്ലേജസിൽ പോയി. ആ വില്ലേജസിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ കഴിച്ചത് ബൺ പൊറോട്ടയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുൾ ടയേർഡായി റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ദോസിൻ്റെ വീടിനോട് വീട് പറയേണ്ട ദിവസം, അതെ, ഭൂമിയോട് വീട് പറയേണ്ട ദിവസം. അപ്പോൾ പോണതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഇതുപോലെ ഒരു നോട്ട് എഴുതി ഉണ്ടാക്കുക എന്നുള്ളത്. ദോസിൻ്റെ ഒരു ഹോബിയാണ് ഇവിടെ വന്ന് താമസിക്കുന്ന CS-ൻ്റെ ഗ്രൂപ്പ് വഴി വന്ന് താമസിക്കുന്ന ആൾക്കാരെ കൊണ്ട് അവർ പോകുന്ന സമയത്ത് അവരെ കൊണ്ടുള്ളൊരു അവരുടെ അടുത്തു നിന്നൊരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അവിടെ ഒരു നോട്ട് സ്റ്റിക്കി നോട്ടിൽ എഴുതി ഉണ്ടാക്കും. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ദോസിൻ്റെ വീടിൻ്റെ, അതായത് ഭൂമിയുടെ മുറ്റത്ത് തന്നെ കാണുന്ന ഒരു ടെമ്പിളാണ്. ഇവിടുത്തെ നെയ്ബേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൊച്ചു ടെമ്പിള്. അതിനുശേഷം ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നല്ല ലോക്കലായിട്ടുള്ളൊരു തമിഴ് ചായക്കട പോലെയുള്ള കടയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് പ്രകാരം ദോസ് ഞങ്ങളെ കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തൊട്ടടുത്ത് തന്നെ സ്വീറ്റ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും വാങ്ങി കഴിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഇവിടെ സ്വീറ്റ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് അട്ടപ്പാടി വഴി പോകാമെന്ന് തീരുമാനിച്ച്
അങ്ങനെ ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളൊരു റിസോർട്ട് കണ്ടു, SR ജംഗിൾ റിസോർട്ട്. അനസൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ് ഇതുപോലത്തെ റിസോർട്ടും ഹോട്ടൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷിക്കാൻ, ബിസിനസ്സിൻ്റെ ഭാഗമാണ് അത്, ഞങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. എപ്പോൾ പുള്ളിയുടെ കൂടെ പോയാലും എവിടെയെങ്കിലും ഒരു ഹോട്ടലോ റിസോർട്ടോ കണ്ട പുള്ളി അത് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ അവിടെ കയറി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന ബിൽഡിങ് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതൊരു ആശ്രമമാണ്. നല്ല വൈബായിരുന്നു കേട്ടോ ഇവിടെ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അണ്ടർ പ്രോസസ്സിലാണ്. ഇവിടെ വരുന്നവർ ഇവിടെ വോളണ്ടിയർ ചെയ്യണം. വോളണ്ടിയറിലി ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകളെ സെർവ് ചെയ്ത് ഇവിടെ താമസിക്കാം. ഇവിടെ ഇവർ ഫുഡൊക്കെ തരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പിന്നെ ഒരു ചെറിയ ടെമ്പിൾ പോലെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നടന്ന് കണ്ടു, ഈ ടെമ്പിളും കാര്യങ്ങളൊക്കെ. ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് കേട്ടോ ഇവിടെ. ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പീസ് ഓഫ് മൈൻഡും സമാധാനവും എന്താണ് ഏകാന്തതയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ഒരു സംഭവം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ദിവസം നല്ല പ്രാർത്ഥനയില്ല. നമ്മൾ നടന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആളിത് നല്ല വിശ്വാസിയാണ്. ഇവിടെയാണ് ഈ ആശ്രമത്തിലേക്കുള്ള ആളുകൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുകയും സെർവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നാണ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ പിന്നെ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി നേരെ ബോർഡർ എത്താറായി. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങൾ നോട്ടീസ് ചെയ്തതാണ് കേട്ടോ, ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ തമിഴിലും മലയാളത്തിലും ബോർഡുകളുണ്ടാവും. അങ്ങനെ കുറച്ചധികം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ അട്ടപ്പാടി എത്തി. അട്ടപ്പാടി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ബാണിതായ് എന്ന് പറയുന്ന ഒരു സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസ് ആണത് കേട്ടോ. ഞങ്ങളവിടെ സ്റ്റേ ചെയ്തൊന്നുമില്ല, പക്ഷെ ഞങ്ങളവിടെ ഒരു 3 to 4 to 5 hours അവിടെ സ്പെൻഡ് ചെയ്തു. ബാണിതായ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർക്ക് പേജൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഭവാനി നദി ഉണ്ടല്ലോ, അത് ഒരു വാലിയിലാണ്, അത് ഒഴുകുന്നതാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ഒരു വാലിയാണ്, 2 സൈഡിൽ കുന്നുകളാണ്, അതിൻ്റെ നടുക്കൂടെ ഈ ഭവാനി നദിയാണ് ഒഴുകുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവരിവിടെ സ്റ്റേക്കേഷന് വേണ്ടി കൊടുക്കുന്നത് കൊച്ചു കൊച്ചു ഹട്ടുകളാണ് കേട്ടോ. പിന്നെ റോഡിൽ നിന്നും കുറച്ചധികം സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നിട്ട് വേണം താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ഈവനിങ് വരെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. എനിക്ക് മനസ്സിലാക്കി ഇവിടെ താമസിക്കണം എന്നായിരുന്നു, പക്ഷേ ഹേസിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ദോസിനെ ബാണിതായിലാക്കി ദോസിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ ഞങ്ങളുടെ ട്രിപ്പ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.